നമസ്കാരം. അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരു വിറകടുപ്പിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ഒരു ആഗ്രഹം. ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കിനും വിറകടുപ്പിൽ ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ ഒരു രുചി വേറൊന്നാണ്. അത് എത്ര നോക്കിയാലും നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ അത് കിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ചില വിഭവങ്ങൾ നമുക്ക് വിറകടുപ്പിലൊന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളുടെ ഈ ഒരു ചെറിയ സ്ഥലമാണ്, ആ ചെറിയ സ്ഥലത്ത് എങ്ങനെ ഒരു വിറകടുപ്പ് ഉണ്ടാക്കാമെന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന്. ഇതിന് മുന്നേ ഞങ്ങളൊരു വിറകടുപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അതിനകത്ത് കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എൻ്റെ ഹസ്ബൻഡ് പ്രമോദും മക്കളും കൂടിയായിട്ട് എല്ലാം കാണിച്ചു തരും, പറഞ്ഞും തരും. അപ്പോൾ നമുക്കിത് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിറകടുപ്പ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ പുകയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകയില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. വിറക് വെച്ചിട്ട് ഇത് ചെയ്യും. പിള്ളേരും ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിറക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് എങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം. നിമിത റെഡി അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെൻറ്റ് വേണം, മെറ്റൽ പൈപ്പ് വേണം, ഇതൊരു വെൻറ്റ് വേണം. ഇതൊക്കെ ഹോം ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇട്ടേക്കാം. പിന്നെ ഒരു ഗ്രിഡിൽ വേണം. പിന്നെ ഒരു ഫ്ലാറ്റായിട്ടൊരു സർഫസിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഇതുണ്ടെങ്കിൽ അവിടെ ചെയ്യുക. അതല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഒരു 2 പേവേഴ്സ് ഉണ്ടായിരുന്നു. പണ്ട് ചെയ്തിരുന്ന ഇതിവിടെ ബാക്ക് യാർഡിൽ ചെയ്ത പേവേഴ്സിൻ്റെ ബാക്കി ഉണ്ടായതാണ്. അപ്പോൾ അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒരു 30 ഇഷ്ടിക കട്ട വേണം. അത് 30 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡിലിൻ്റെ സൈസിനനുസരിച്ചിട്ടാട്ടോ ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ശരിക്കും നമ്മുടെ ദോശക്കല്ലിൻ്റെ സൈസ് കാരണം കുറച്ചും കൂടെ കൂടുതൽ കല്ല് വേണ്ടി വന്നു. പക്ഷേ ഈ പ്രാവശ്യത്തേത് ഞങ്ങൾ കുറച്ചും കൂടെ കുഞ്ഞിതാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സൈസ് മാറ്റി വരുത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തപ്പോൾ ഇതിൽ കൂടെ ഭയങ്കരമായിട്ട് തീ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര പേടിച്ചു പോയി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഡിസൈനൊക്കെ ഞങ്ങൾ മാറ്റി പിടിക്കാൻ പോവാം. അപ്പം നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ തന്നെ ഡിസൈനാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അതെ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആ ഐഡിയ വെച്ചിട്ട് കുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ചെറിയ നേരം പോക്ക്. ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ട എന്തിനൊക്കെ ചെറിയ നേരം പോക്ക്. അപ്പൊ ഇത് ആ കണക്കിലങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നേരത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കണേ. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് എന്തിനാണ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ കുറേയും കൂടി തീ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഈ ചിമ്മിണിയുടെ ഉള്ളിൽ കൂടെ കയറി വന്നു. അപ്പോൾ അത് കാരണം അത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ വെൻ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക അധികം പുറത്തേക്ക് പോകാതെ രീതിയിൽ കവർ ചെയ്യണം മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ വെൻ്റ് വയ്ക്കാം, വെൻ്റ് കവർ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് എടുത്തേക്കാം. ഇതെന്നിട്ട് ഇതും പിടിപ്പിക്കാം. നിങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ചെയ്യണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊണ്ട് വെക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റോറേജിൽ കയറ്റി വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് എടുക്കും. ഞങ്ങൾക്കും ഈ ചെറിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് പരിമിതികൾക്കനുസരിച്ച് നമുക്ക് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. പക്ഷേ ഇങ്ങനെ വിറകടുപ്പുണ്ടെങ്കിൽ പല ഗുണങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ തീ കാഞ്ഞിരിക്കാനായിട്ട്, തണുപ്പത്തൊക്കെ ഒന്ന് തീ കാഞ്ഞിരിക്കാനായിട്ട്, നല്ല ദോശ കഴിക്കാനായിട്ട്, ഒരു ഓംലെറ്റ് കഴിക്കണമെങ്കിൽ നമ്മുടെ തട്ട് ദോശയുടെയൊക്കെ സ്റ്റൈലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തത് വേണം. അപ്പോൾ അതിനാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ ഇത് എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ വേറൊരു ഇതുള്ളത്, ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോഡ്ജിൻ്റെ ഒരു ഗ്രിഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഇതിൻ്റെ 2 സൈഡിലും ഇവിടെ ഓട്ടയുണ്ട്.
അപ്പോൾ അത് കവർ ചെയ്യാവുന്ന ഭാഗത്തിന് ഒരു മെറ്റലിൻ്റെ ഒരു സാധനം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ലോഡ്ജിൻ്റെയാണ് ഞങ്ങളിത് യൂസ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു ക്യാമ്പിംഗ് വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏത് ഗ്രിഡിലാണെങ്കിലും വാങ്ങിയാലും വെക്കാം. അതെ, അത് ഇത് കാസ്റ്റ് അയണിൻ്റെ. അപ്പം നല്ല സ്റ്റഡിയാണ് സാധനം, കുറച്ച് വെയിറ്റും ഉണ്ട് കേട്ടോ. നല്ല അപ്പോൾ ഗ്രിഡിൽ നമ്മൾ വെക്കുമ്പോൾ ഒരു പുക പോകാനൊരു ഭാഗം കൊടുക്കരുത്, ഒരു ഓട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വിറക് വയ്ക്കും, അടിയിൽ വിറക് വയ്ക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും, ചിമ്മിണി കൂടെ ആയിരിക്കും പുകയെല്ലാം പോകുന്നത്. വിറക് വെച്ച് കത്തിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഇഷ്ടിയെ വെച്ചിട്ട് അടച്ചു വയ്ക്കും. ഇതേമാതിരി അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ. അപ്പോൾ അത് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് കുഞ്ഞു മക്കൾ ഇവിടെ ഉള്ളത് കാരണം ആരുടെയും ദേഹത്തോട്ട് തീ പറക്കാൻ പാടില്ല. അപ്പം നമുക്കെന്നാൽ കൺട്രോൾ ചെയ്യാനും പറ്റും. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചത്. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പം തീ ഒന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിരട്ടയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ചിരട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്തിട്ട് വിറകും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് ഈ കല്ല് വെച്ച് അടയ്ക്കേണ്ട ഭാഗം എത്തിയപ്പം ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ തീ ഈ ചിമ്മിനിക്കകത്തൂടി പുറത്ത് വന്നു. അപ്പം അങ്ങനത്തെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടുക്കൊരു ഇഷ്ടിക കട്ട വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഈ ഡിമെൻഷനിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ സൈസിലുള്ള ഗ്രിഡിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ വലിയൊരു സെറ്റാണ് ഉണ്ടാക്കി ഞങ്ങളുടെ ദോശക്കല്ലിന് വേണ്ടിയിട്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ മാറ്റങ്ങൾ ഈ പ്രാവശ്യത്തെ ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അടുപ്പിൽ വെച്ചിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം, ഇവിടുത്തെ സാധനങ്ങളും നാട്ടിലെ നമ്മുടെ നല്ല രുചികരമായ ഭക്ഷണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഇതിനൊക്കെ കൂടിയായിട്ടാണ് ഞങ്ങളിവിടെ ഒരു ചെറിയ ശ്രമം നടത്തുന്നത്. ഇതുപോലത്തെ പല പല ശ്രമങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഞങ്ങളുടെ ഈ കൊച്ചു ഭവനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മളൊരു അടുപ്പൊക്കെ കൂട്ടി. അപ്പോൾ ഇനി നമുക്കൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ബർഗർ ഉണ്ടാക്കിയാലോ? എന്നാൽ വേണ്ട, നമുക്ക് രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർക്കാം. എന്നുവെച്ചാൽ സ്പൈസി ആയിട്ടുള്ളൊരു ബർഗർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫയർ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് ഇതൊരു ഫയർ സ്റ്റാർട്ടർ കിറ്റാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ചിരട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സ്മോക്കിനെസ് ഒക്കെ വരുന്നത് ചിരട്ടയിൽ നിന്നല്ലേ, ചിരട്ട വിറകുമൊക്കെ. അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും, വിറക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഏതാണ്ട് ഒരു $5 ഒക്കെ അടുത്ത് വരും. അപ്പം അങ്ങനെ വാങ്ങാം. അതല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഹീറ്റ് ഗ്യാസ് ഉള്ളത് കാരണം, എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഹീറ്റർ ഉള്ളത് കാരണം നമുക്ക് വിറക് ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് ഇവിടെ വീടുകളിൽ മരം വെട്ടിക്കഴിയുമ്പം അവർ വിറക് സ്റ്റോർ ചെയ്യാറുണ്ട്. ഒന്നുകിൽ അവരിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്നായാലും നമുക്ക് വാങ്ങാം. ഇത് സാധാരണ പൊതുവെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഇങ്ങനെയും ഒരു പർപ്പസ് ഉണ്ടല്ലോ, നമുക്ക് വിറകടുപ്പിൽ ഒരു നല്ല സ്പൈസി ബർഗർ ഉണ്ടാക്കി നോക്കാം. നല്ല ചൂടായി കിടക്കുന്ന തവയിലോട്ട് അല്ലെങ്കിൽ ഈ ഗ്രിഡിലോട്ട് നമുക്ക് ബർഗേഴ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്ന ബർഗേഴ്സ് ഈ ഒരു കുക്കിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് പതിയെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഓരോന്ന് വിധമായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗർ കുക്ക് ചെയ്യുമ്പം അധികം ഇട്ട് മറയ്ക്കാനും തിരിക്കാനും പറ്റിയല്ല. ഒരൊറ്റ പ്രാവശ്യം മറിക്കാൻ പാടുള്ളൂ. കാരണം ഈ മാർക്സ് വരണ്ടേ നമ്മൾ ബർഗറിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം 4 മിനിറ്റ് ഒരു സൈഡിൽ കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ മറിച്ചിടും. അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. Okay, so now everyone follows. What? I want to do. What? What do you do? അപ്പോൾ നമ്മുടെ നല്ല ചൂടായി കിടക്കുന്ന തവയിൽ ഇത് കാസ്റ്റ് അയണിൻ്റെ ആയതുകൊണ്ടാണ് നല്ല സ്ട്രോങ് മാർക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു 4 മിനിറ്റോളം എടുക്കും. അപ്പം ആ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബർഗർ ബണ്ണും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ഈ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു രുചി വേറൊന്നാണ്. അത് കൂടാണ്ട് ഇത് നമ്മൾ വിറകടുപ്പിലും കൂടി ചെയ്യുന്നത് കാരണം അത് ടോട്ടലി ഒരു വേറിട്ടൊരു അനുഭവമായിരിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും
ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ നമ്മളിപ്പം ബർഗറൊക്കെ ശരിയാക്കി മയനൈസ് തേച്ചു. അപ്പോൾ പിള്ളേർ വീട്ടിലെല്ലാം റെഡിയാക്കി തന്നു നമുക്ക്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ലെറ്റസ് വെക്കാം, കഴിഞ്ഞിട്ട് 2-3 ടൊമാറ്റോസ്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്നത് വെക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത ഓണിയനാണിത്. അപ്പം നല്ല ചാർക്കോൾ ഗ്രിൽ മാർക്സ് അതിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് നല്ല എരിവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാലപ്പിനോസാണ് ഞാനത് ശരിക്കും കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മുടെ ബർഗർ മീറ്റിൻ്റെ ഇടയ്ക്ക് ചേർത്തത്. അപ്പോൾ അതിൽ നിന്ന് 2-3 എണ്ണം എടുത്ത് നമ്മുടെ ഈ ബർഗറിൻ്റെ ബണ്ണീൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ ഇതിങ്ങനെ ഒന്ന് 2-3 എണ്ണം ലേ ഔട്ട് ചെയ്യാം. നല്ലൊരു ക്രഞ്ചും ഒരു ചെറിയ എരിവും പുളിയും ഒക്കെ ആ കൂട്ടത്തിൽ വരും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ മയനൈസ് ഓടി തേച്ച സ്ഥിതിക്ക് ഇനി വേറെ മയനൈസിൻ്റെ ആവശ്യമില്ല. അതല്ല എങ്കിൽ ഇതുപോലെ സിറാച്ച മേയ എന്ന് പറഞ്ഞിട്ടൊരു മയനൈസ് കിട്ടും. അതിനൊരിച്ചിരി എരിവുണ്ടാവും, ഒരു ചെറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എരിവുണ്ടാവില്ല, പക്ഷേ ഈ ഇതിനൊരു ചെറിയൊരു എരിവുണ്ട്. അപ്പോൾ നമ്മൾ മയനൈസിൻ്റെ കൂട്ടത്തിൽ ഈ ചിപ്പോട്ലെ സോസും കൂടി ചേർക്കുമ്പോഴാണ് ഈ ചിപ്പോട്ലെ സിറാച്ച മേയോ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി മേയോ ഉള്ളത് കാരണം നമ്മളിതിനെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാറ്റിയുടെ പൊക്കത്ത് നമ്മളിത് കുറച്ച് തേച്ച് കൊടുക്കാൻ പോവാണ്. ലൈറ്റ്ലി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നല്ല ഒരു എരിവും ഒക്കെ കിട്ടും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കുക, നമ്മൾ കഴിക്കുക. അപ്പോൾ ഇത് ചിലർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മസ്റ്റേർഡ് തേക്കുന്നത് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് മസ്റ്റേർഡ് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. അപ്പം ഞാൻ ഇനി ഇത് എല്ലാം കൂടി ഒന്നിച്ചാക്കി കാണിക്കാം. ഓക്കെ, എനിക്കൊരു ഇച്ചിരി മസ്റ്റേർഡ് ഇഷ്ടമാണ്. അപ്പം നമുക്കിത് ടോപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയും ലെറ്റസ് വെക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റസ് വെക്കാം. ഇത് പക്ഷേ നല്ലൊരു ഗോർമേ ബർഗർ ആയത് കാരണം നല്ല വലിപ്പമുണ്ട്. അപ്പം ഇനി ബിൽഡപ്പ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു ജ്യൂസി ബർഗർ റെഡിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നൊരു കാര്യമുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബർഗർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു. ഇനി ചേട്ടൻ്റെ ബർഗർ എന്ന് വെച്ചാൽ നമ്മളിതൊരു ചേട്ടന് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതിൻ്റെ കൂട്ടത്തിൽ നല്ല ജ്യൂസി ആയതും ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഇതിനകത്ത് ചെയ്ത മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രിൽഡ് പൈനാപ്പിളും കൂടി വെച്ചു. അപ്പം നല്ല ഫ്ലേവറാണ് അത് ശരിക്കും പറഞ്ഞാൽ. അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാനിത് സെർവ് ചെയ്യുന്നത് കുറച്ച് ജോജോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നമുക്ക് നല്ല സ്പൈസി റാഞ്ചിൻ്റെ കൂടെ കഴിക്കാം, അതല്ലെങ്കിൽ സാധാ റാഞ്ചോ കെച്ചപ്പോ എന്ത് കൂട്ടിയാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ? ഓക്കെ, ചേട്ടന് ജോജോസ് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ജോജോസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ബേക്ക് ചെയ്തതാണ്, ഡീപ്പ് ഫ്രൈഡ് അല്ല. അപ്പം എണ്ണയുടെ കുത്തധികം ഉണ്ടാവില്ല, എണ്ണയുടെ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ബേക്ക് ചെയ്താണ് കുറച്ചും കൂടി ഹെൽത്തിയറാണ്. എങ്ങനെയുണ്ട്? അതിന് ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. അതന്നെ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല. Tastes so good and it's juicy. Okay, let me try. ഞാനിവിടെ നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. അതെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ
ഒരു ബർഗർ കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമനുസരണം ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്താം. ഇത്രയും വലുതാക്കണോ ചെറുതാക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഗോർമേ ബർഗേഴ്സ് പൊതുവേ കുറച്ച് വലുതാണ്. അപ്പം അതിൻ്റെ കാരണം തന്നെ നമ്മൾ അത് കുറച്ചുകൂടെ നല്ല മീറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ല ഫുള്ളിങ് ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്ക്